welcome back to trigonometric functions. Trigonometric functions in the trigonometric equations മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം അത് ആ ഒരു മൂന്ന് ഫോമുലയെ നമുക്ക് പഠിക്കാനുണ്ട്. sin x = sin alpha, cos x = cos alpha, tan x = tan alpha എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ മൂന്ന് ഇക്വേഷൻസ് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇത് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വരുന്ന എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the question number 73. Find the principal solution and the general solution. നമുക്ക് അതും കൂടെ കണ്ടുപിടിച്ചേക്കാം. Of the equation sin x = square root of 3 divided by 2. So this is of the form sin x = square root of 3 by 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം root 3 by 2 എന്ന് പറയുന്നത് sin 60 ആണ്. അപ്പോൾ നമുക്ക് അതിനെ sin pi by 3 എന്ന് എഴുതാം. sin 60 ആണല്ലോ. അപ്പോൾ ഇത് sin x = sin alpha ആണ്. അങ്ങനെ വരുവാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n pi plus -1 raised to n into alpha എന്ന്. So x = n pi plus -1 raised to n into pi by 3 എന്നാണ് ആൽഫയുടെ വാല്യൂ. Okay, that is the general solution. Okay. Now we want to find the principal solution. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എന്നിന് ഓരോ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ഈ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ ആണല്ലോ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്നിന് ഓരോ വാല്യൂ കൊടുക്കാം. സപ്പോസ് n = നമുക്കറിയാം n belongs to what? n belongs to z ആണ്. So let us take n = 0 first. Which implies x = n 0 കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. -1 raised to 0 എന്ന് വരും. -1 raised to 0, any number raised to 0 is 1 ആണ്. So it is pi by 3. Okay. Now n = 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ x = n into pi, that means 1 pi plus -1 raised to 1 into pi by 3, that is pi minus pi by 3. pi minus pi by 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3pi minus pi 2pi by 3 ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി 0യ്ക്കും പൈ മൈനസ് ആണല്ലോ. അപ്പോൾ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന വാല്യാണ്. ഇപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ n = 2 കൊടുത്താൽ നമുക്കറിയാം n = 2 കൊടുത്താൽ അത് പൈ ആയി കഴിഞ്ഞാൽ വലിയ വാല്യൂ ആയി പോകും. പൈ 2π പ്ലസ് എന്ന് പറഞ്ഞ് വരും അല്ലേ. -1² into pi by 3. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം 2πയുടെ മേളിൽ പോകുന്നതുകൊണ്ട് അത് പ്രിൻസിപ്പൽ വാല്യൂ അല്ല. അപ്പോൾ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് എടുക്കുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂ ആണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ, ഐ മീൻ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഞാൻ sin x ആണ്, ഈ ബ്ലൂ ലൈൻ പോകുന്ന sin x ആണ്. √3/2 y =√3/2 എന്നുള്ള ലൈനാണ് ഈ ഗ്രീൻ ലൈൻ. അപ്പോൾ ഇത് രണ്ടോടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ പോയിന്റ്. ഇത് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഒന്ന് π/3 കണ്ടോ. അടുത്ത് വരുന്നത് 2π/3. നമുക്ക് കിട്ടിയേക്കണം ഒന്ന് π/3, അടുത്ത 2π/3 ആണ്. അത് രണ്ടും ഇവിടെ ഉണ്ട്. ഇനി 0 മുതൽ 2π വരെ എടുക്കുവാണെങ്കിൽ 2π വരുന്നത് ഇവിടെയാണ്. ഇതിനുള്ളിൽ ഈ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റും ഉണ്ട്. ഇനി വരുന്ന അടുത്ത 2π+, അത് ഇവിടെ വരും. ഈ രണ്ട് പോയിന്റാണ് അടുത്ത് വരുന്നത്. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് വരുന്ന ഈ രണ്ട് വാല്യൂസ്. ഓക്കെ മക്കളെ? യെസ്. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി principal solution of the equation tan x = -1/√3. ഇവിടെ നമുക്ക് tan x = -1/√3 എന്നാണല്ലോ. ഇതിനെ നമുക്ക് ഇത് വരുന്നത് ഏതാണ്? മൈനസ് tan 1/√3 വരുന്ന എവിടെയാണ്? ടാനിന്റെ tan 30 ആണ് അല്ലേ. അപ്പോൾ tan pi/6 ഓക്കെ. ഇനി നമുക്കറിയാം ടാൻ നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഏത് ക്വാഡ്രന്റിലാണ്? ടാൻ നെഗറ്റീവ് വരുന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ സെക്കൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫോർത്ത് ആയിരിക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് എടുക്കാം. സെക്കൻഡിലാണെങ്കിൽ നമുക്ക് ടാൻ pi minus pi/6 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? കാരണം ടാൻ 180 - θ ഈസ് -tan θ വരും. സോ ടാൻ pi minus pi/6 ഈസ് -tan pi/6 വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു, നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, ടാൻ 6π - π അല്ലേ. അപ്പോൾ 5π/6 എന്ന് വരും. അപ്പോൾ tan x = tan alpha എന്നാണ് വരുന്നത്. അപ്പോൾ
നമുക്ക് കിട്ടിയത് tan x is equal to tan 5π/6 എന്നാണ്. അപ്പോൾ ഇത് tan x is equal to tan alpha എന്നുള്ള ഫോർമുലയായി. അപ്പോൾ ജനറൽ സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ പക്ഷെ നമുക്കറിയാം nπ പ്ലസ് ആൽഫ എന്നാണ്. അപ്പോൾ nπ പ്ലസ് 5π/6 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ആവും അല്ലേ. n എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അല്ല ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയാലും നമുക്ക് കുഴപ്പമില്ല. ഇനി എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ജനറൽ പാറ്റേൺ പറയുന്നത്. ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്നിന്റെ വാല്യൂസ് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് n is equal to 0 കൊടുക്കുക. സോ വാട്ട് ഹാപ്പൻസ്? അപ്പോൾ ഇത് 0 × π 0 ആവും, പ്ലസ് 5π/6. അപ്പോൾ അത് 5π/6 വരും. അത് നമുക്കറിയാം നാച്ചുറലി 5/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ 5 × 30 150 എന്ന് ഒരു സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് 5π/6 എന്ന് പറഞ്ഞാൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കിടയ്ക്കുന്ന വാല്യൂ ആയതുകൊണ്ട് അത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ്. ഇനി നമുക്ക് n = 1 കൊടുക്കാം. അപ്പോൾ n ന് 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് π 1 × π പ്ലസ് 5π/6 അല്ലേ. ദാറ്റ് ഈസ് 6π ക്രോസ് ചെയ്യുമ്പോൾ 6π പ്ലസ് 5π/6 എന്ന് വരും. ദാറ്റ് ഈസ് 11π/6 എന്ന് വരും. 11π/6 11π/6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 12π ആണെങ്കിൽ 12π/6 ആണെങ്കിൽ 2π ആയാണ്. അപ്പോൾ 11π/6 അല്ലെങ്കിൽ π/6 നമ്മൾ 30 എടുക്കുവാണെങ്കിൽ 11 × 30 330 വരും. 330 എന്ന് പറഞ്ഞാൽ നാച്ചുറലി ലെസ് ദാൻ 360 ആണ്. അതുകൊണ്ട് തന്നെ അതും നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂന് മീൻസ് 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് മാറാം. അപ്പോൾ ഇത് രണ്ടും പ്രിൻസിപ്പൽ വാല്യൂ ആണ്. ഇനി നമ്മൾ n = 3 കൊടുക്കുകയാണെങ്കിൽ 2 കൊടുക്കുകയാണെങ്കിൽ അത് 2π പ്ലസ് എന്ന് പറഞ്ഞു പോകും. 2π പ്ലസ് പറഞ്ഞു പോകുന്നത് എന്താണ്? അത് 2π കഴിഞ്ഞ് വലുതായതുകൊണ്ട് അതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിരിക്കത്തില്ല. ഓക്കെ മക്കളെ, ഇനി അതിന്റെ ഗ്രാഫിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതാണ് tan x ന്റെ ഗ്രാഫ് വരുന്നത്. ഇത് 0, ഇത് 2π. ഇനി നമ്മൾ പറഞ്ഞു y is equal to 1/√3 എന്നുള്ളതിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഞാൻ ഈ ഗ്രീൻ ലൈനിൽ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് നോക്കുക. ഒന്ന് ഈ π/6 പിന്നെ സോറി ഇറ്റ് ഈസ് മൈനസ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1/√3 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്ത് ഞാൻ മൈനസ് കൊടുത്തില്ല, മൈനസ് കൊടുക്കണം, മൈനസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് ഒന്ന് മാറിപ്പോവും, താഴോട്ട് പോകും. അപ്പോൾ ഇനിയാണ് ഇവിടെയാണ് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഇത് 0 ആണ്, ഇത് 2π ആണ്. ഇതിനുള്ളിൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് ഇത് ഈ ലൈനുമായിട്ട് കൂട്ടിവന്ന് 2 പോയിന്റ്. ഒന്ന് ഇത് 5π/6, അടുത്ത കണ്ടോ 11π/6. രണ്ടെണ്ണമാണുള്ളത്. ഇത് രണ്ടുമാണ് ഇത് തമ്മിൽ ഇന്റർസെക്ഷൻ വരുന്ന പോയിന്റുകൾ. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? അതിന്റെ ഗ്രാഫ് വരച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ എപ്പോഴും ഗ്രാഫ് വരച്ച് നോക്കി നമുക്ക് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ അതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, here is the next question, question number 75. Find the solution of sin x is equal to -√3/2. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷനും വേണം. ജനറൽ സൊല്യൂഷനും വേണം, പർട്ടിക്കുലർ സൊല്യൂഷൻ, പ്രിൻസിപ്പൽ സൊല്യൂഷനും വേണം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം ആദ്യം. അപ്പോൾ നമുക്ക് sin x is equal to -√3/2 എന്ന് പറഞ്ഞാൽ sin 60 ആണ് അല്ലേ. അപ്പോൾ π/3 എഴുതാം. പക്ഷെ ഈ മൈനസ് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് sin x is equal to സൈൻ നെഗറ്റീവ് വാല്യൂസ് മാറ്റാൻ വേണ്ടി സൈൻ സെക്കൻഡിൽ സൈൻ നമുക്കറിയാം. സെക്കൻഡിൽ സൈൻ എന്താണ്? സൈൻ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ് സെക്കൻഡ് ക്വാർട്ടറിൽ. അതുകൊണ്ട് π മൈനസ് എഴുതാൻ പറ്റത്തില്ല. പിന്നെ തേർഡിലേക്ക് പോകും. തേർഡിലേക്ക് പോയി കഴിഞ്ഞാൽ സൈൻ π പ്ലസ് π/3 എന്ന് വരാം അല്ലെ. തേർഡിൽ സൈൻ നെഗറ്റീവാണ്, π പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ π/3 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. ദാറ്റ് ഈസ് സൈൻ 3π + π 4π/3. sin x is equal to sin alpha എന്നുള്ള ഫോർമുലയായി. അപ്പോൾ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് എഴുതാം. ജനറൽ സൊല്യൂഷൻ ഈസ് in n π x is equal to ഒന്നും കൂടെ കൃത്യമായിട്ട് എഴുതിയേക്കാം. x is equal to n π plus -1 raised to n into alpha എന്നാണ്. ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് 4π/3. That is the general solution. Okay.
ഇനി നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് n = ആദ്യം 0 കൊടുക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആവും, ഇത് 0 ആവും, -1/0 ദാറ്റ് ഈസ് 1 ആവും. അപ്പോൾ 4π/3 എന്ന് വരും. 4π/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം π/3 എന്ന് പറഞ്ഞാൽ 60 ആണ്. 4 × 60 എന്ന് പറയുമ്പോൾ 240 വരും. അപ്പോൾ അത് 0ക്കും 2π ഇടയ്ക്കാണ്. നോ പ്രോബ്ലം. ദെൻ n = 1 കൊടുക്കും. 1 കൊടുക്കുമ്പോൾ x = π. n means 1 ആണ്. സോ 1 × π π plus -1/1 into 4π/3 എന്ന് വെച്ചാൽ π - 4π/3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3π - 4π -π/3 എന്ന് വരും. -π/3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ -π/3 എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ ക്വാഡ്രന്റ് എടുക്കുവാണെങ്കിൽ ഇതാണ് π/3 എന്ന് പറയുന്നത്. ഇങ്ങോട്ടുള്ള ഓറിയന്റേഷൻ ആണ് π/3. അപ്പോൾ -π/3 എന്ന് പറഞ്ഞാലോ തിരിച്ച് ഇങ്ങോട്ടുള്ള ഓറിയന്റേഷൻ ആണ്. സോ ഇറ്റ് ഈസ് -π/3. അപ്പോൾ ഇത് പോസിറ്റീവ് ഡയറക്ഷൻ വരും, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ വരും. പക്ഷേ ഈ നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഫോർത്ത് ക്വാഡ്രന്റ് വരും. ഇതെന്ന് പറയുന്നത് തന്നെ അല്ലേ 2π - π/3 എന്ന് പറഞ്ഞാലും. കാരണം നമുക്കറിയാം ഈ വാല്യൂ തന്നെയാണ് 2π - π/3 എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ -π/3 എന്ന് പറയുന്നതിനെ പോസിറ്റീവ് ഡയറക്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ടോട്ടൽ 2π ആണ്. ആ 2πയിൽ നിന്നും ഈ കാണുന്ന π/3 കുറച്ചാൽ മതി. അപ്പോൾ അത് പോസിറ്റീവ് ഡയറക്ഷനായി, ഇത് നെഗറ്റീവ് ഡയറക്ഷനാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനുള്ള ഓറിയന്റേഷനുള്ള ആംഗിൾ കിട്ടും. 6π - π ദാറ്റ് ഈസ് 5π/3 എന്ന് വരും. ഇനി നമുക്ക് നോക്കാം. π/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ 60 ആണ്. അപ്പോൾ 5 × 60 എന്ന് പറഞ്ഞാൽ 300 വരും. 300 എന്ന് പറഞ്ഞാൽ 360 കഴിഞ്ഞ് ചേർന്നാണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ 2 വാല്യൂസ് കിട്ടി. ഒന്ന് 4π/3, അടുത്ത് കിട്ടിയാണ് 5π/3. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ജനറൽ മീൻസ് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. നമ്മളതിൻ്റെ ഗ്രാഫിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഇവിടെ sin x-ന്റെ ഗ്രാഫ് ഉണ്ട്. ഇതാണ് -√3/2 എന്നുള്ള വാല്യൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത് ഒന്ന് ഇത് കണ്ടോ 4π/3, അടുത്ത് വരുന്ന 5π/3. ഈ 2 ആംഗിളിലുമാണ്, ഈ 2 വാല്യൂസിലുമാണ് ഈ sin x-ന്റെ ഗ്രാഫും ഈ -√3/2 എന്നുള്ളതിൻ്റെ ഈ ഗ്രീൻ ഗ്രാഫും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഇത് രണ്ടുമാണ് 0ക്കും 2πക്കും ഇടയ്ക്ക് എടുക്കുന്നത്. അപ്പുറത്തേക്ക് ഇനി വാല്യൂസ് ഉണ്ട്, ഇപ്പുറത്തേക്ക് വാല്യൂസ് ഉണ്ട്. അതെല്ലാം എൻ്റെ ജനറൽ സൊല്യൂഷനകത്ത് വരും. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായാലും കണ്ടുപിടിച്ചേ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഇത് ഈ നെഗറ്റീവ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഓറിയന്റേഷൻ മാറ്റി പോസിറ്റീവ് ഡയറക്ഷനിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഓറിയന്റേഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ. Here is the next question. Find the general solution and principal solution of cot x is equal to -√3. ഈ കോട്ടിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചേക്കുന്നത് സൈൻ കോസ് ടാൻ 3 എണ്ണത്തിനേ ഉള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ടാനിലേക്ക് മാറ്റി കണ്ടുപിടിക്കും. സോ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു -1/√3. അപ്പോഴാണല്ലോ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ -√3 വരുന്നത്. സോ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു -1/√3. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ നെഗറ്റീവ് വരുന്നത് എവിടെയാണ്? ടാൻ നെഗറ്റീവ് വരണമെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് വരാം. അപ്പോൾ ഇത് ടാനിന് ഈ ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് ഇതിനെ എഴുതാം -tan π/6 എന്ന് എഴുതാം അല്ലേ. സോ ടാൻ 30 ആണ്. -tan π/6 എന്ന് എഴുതാം. ഇനി ഇതിനെ മൈനസ് ആണ്, മൈനസ് കളയാൻ വേണ്ടി നമുക്ക് വേണം ഇതിനെ tan π - π/6 എന്ന്. കാരണം സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ടാൻ നെഗറ്റീവ് ആവും. അപ്പോൾ tan π - π/6 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ. സോ അപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തും കൂടെ എഴുതാം. ദാറ്റ് ഈസ് tan 6π - π 5π/6 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? tan x is equal to tan 5π/6. അപ്പോൾ tan x is equal to tan alpha എന്നുള്ള ഫോർമുലയായി. tan x equal to tan alpha ആണെങ്കിൽ നമുക്ക് ഫോർമുല ഉണ്ടല്ലോ, x is equal to nπ plus alpha അല്ലേ. നമുക്ക് nπ plus alpha എന്നാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ.
അപ്പോൾ നമുക്ക് അത് n by പ്ലസ് ആൽഫ, ആ ആൽഫയുടെ സ്ഥാനത്ത് 5π/6 ആണ്, വേറെ n ബിലോങ്സ് ടു z. ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അതിന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം n-നുള്ളിടത്ത് 0 കൊടുക്കാം. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 5π/6 തന്നെ വരും. ഇനി n-ന് 1 കൊടുക്കാം. 1 കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പൈ പ്ലസ് 5π/6 എന്ന് വരും. അത് ക്രോസ് ചെയ്യുമ്പോൾ 6π + 5π, ദാറ്റ് ഈസ് 11π/6 എന്ന് വരും. 11π/6 എന്ന് പറയാൻ നമുക്ക് 330 ആണ്. അതും നമ്മുടെ ഈ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് 5π/6 വരും, മറ്റൊന്ന് 11π/6 വരും. ഇത് രണ്ടുമാണ് നമ്മുടെ അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ മക്കളെ, ഓക്കെ. Here is the next question, question number 77. Find the general solution and the principal solution of cosec x is equal to -2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ cosec x-ന് നമുക്ക് ഫോർമുല ഇല്ല, അതുകൊണ്ട് നമ്മൾ തന്നെ cosec x is equal to -2 എന്നുള്ളത് തന്നെ നമ്മൾ സൈനിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് cosec x is equal to -2 implies sin x is equal to reciprocal -1/2. നമുക്ക് മൈനസ് sin 30 എന്ന് എഴുതാം. പക്ഷേ ഈ സൈൻ്റെ കാര്യം നമുക്കറിയാം, സൈൻ നെഗറ്റീവ് വരുന്ന തേർഡ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ sin π + π/6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ sin x is equal to സൈൻ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം π + π/6 എന്ന് പറയുമ്പോൾ 6π + π 7π/6 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് sin x is equal to sin ആൽഫ എന്നുള്ള ഫോർമുലായി. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് sin x is equal to sin ആൽഫയുടെ ഫോർമുല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ സ്ഥാനത്ത് 7π/6 ആണ്. അപ്പോൾ ഇനി നമുക്ക് sin x is equal to sin ആൽഫയുടെ ഫോർമുല അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് വരും? sin x is equal to sin ആൽഫ ആണെങ്കിൽ x is equal to nπ + -1/n × ആൽഫ എന്നുള്ളതാണല്ലോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. സോ x is equal to nπ + -1/n × ആൽഫയുടെ സ്ഥാനത്ത് 7π/6. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ അല്ല പ്രിൻസിപ്പൽ സൊല്യൂഷൻ വേണം. സോ അതിന് നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം n-ന് 0 കൊടുക്കാം. 0 കൊടുത്താൽ നമുക്കറിയാമല്ലോ ഇത് 0 ആവും, ഇത് 1 ആവും, 7π/6 തന്നെ വരും. ഓക്കെ, അത് കറക്റ്റാണ്. π/6 എന്ന് പറഞ്ഞാൽ 30 ആണ്, 7 × 30 210 വരും. ഇനി നമുക്ക് n = 1 കൊടുക്കാം. n = 1 കൊടുക്കുവാണെങ്കിൽ ഇത് π -1/1, ദാറ്റ് ഈസ് -1 വരും, 7π/6. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 6π - 7π, ദാറ്റ് ഈസ് -π/6 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് സൈൻ്റെ തന്നെയാണ്. അപ്പോൾ അത് നമുക്കറിയാം ഓറിയൻറ്റേഷൻ ഇത് നെഗറ്റീവാണ്, നേരത്തെ പറഞ്ഞ പോലെ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് 2π - π/6 എഴുതിയാൽ മതി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങോട്ട് പോകുന്നത് π/6, അത് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് പോരുന്നത് -π/6 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആണ്. ഇത് കിട്ടാൻ വേണ്ടി മൊത്തമുള്ള 2πയിൽ നിന്ന് ഈ -π/6 അങ്ങ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ 6 × 2 12π, 12π - π, ദാറ്റ് ഈസ് 11π/6 എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് വാല്യൂസ് ആയി, ഒന്ന് 7π/6 ഉം 11π/6. ഈ രണ്ട് കേസിലും നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലും ഈ കേസിലും ഈ സൈൻ്റെ വാല്യൂ വരുമ്പോഴാണ് ഈ നെഗറ്റീവ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് ഓറിയൻറ്റേഷൻ വരുവാണ്, സൈൻ്റെ വാല്യൂ വരുമ്പോൾ മാത്രമേ ആ പ്രശ്നം വരത്തുള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് π- എന്ന് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഇവിടെ സൈൻ π - സൈൻ സെക്കൻഡിൽ നെഗറ്റീവ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഈ സൈൻ നെഗറ്റീവ് വരുന്ന കേസുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ മക്കളെ, അപ്പോൾ രണ്ട് സൊല്യൂഷൻ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ 7π/6 ഉം 11π/6 ഉം, അത് രണ്ടും 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ് ആണ്. ഓക്കെ, here is the next question, question number 78. Find the general solution and the principal solution of sec x is equal to 2. Sec x is equal to 2. നമുക്കതിനെ എഴുതാം. sec x is equal to 2 is same as cos x is equal to 1/2 because we don't have any formula for the cos sec now. So that's why we are converting that into cos. So cos x is equal to 1/2.
and that is equal to cos 60, right? Cos 60 means pi by 3. So cos x is equal to cos pi by 3, because we know cos 60 is 1 by 2, that's why. So this is cos x is equal to cos alpha. If cos x is equal to cos alpha, then instead of alpha we have pi by 3. Then what is the general solution? X is equal to 2n pi plus or minus alpha. So here the general solution is x is equal to 2n pi plus or minus alpha is pi by 3. Right? Now we want to find the principal solution. So for that principal solution, we have to substitute for n equal to 0 implies x is equal to plus or minus pi by 3. But നമുക്ക് വേണ്ടത് 0ക്കും 2πക്കും ഇടയ്ക്കുള്ള വാല്യൂ ആയതുകൊണ്ട് തന്നെ pi by 3 മാത്രമേ എടുക്കാവുള്ളൂ. സോ പ്രിൻസിപ്പൽ സൊല്യൂഷൻ മീൻസ് pi by 3. മറ്റേത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് n equal to 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ നമുക്ക് 2π പ്ലസ് ഓർ മൈനസ് pi by 3 എന്ന് വരും. അതിൽ 2π പ്ലസ് pi by 3 എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് 2π മൈനസ് pi by 3 മാത്രമേ ഉള്ളൂ. സോ ഇംപ്ലൈസ് 2π മൈനസ് pi by 3. അത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 6π മൈനസ് pi, ദാറ്റ് ഈസ് 5π by 3. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് കിട്ടിയേക്കണത് pi by 3, അടുത്ത് നമുക്ക് കിട്ടിയേക്കണേ 5π by 3. ഈ രണ്ട് വാല്യൂസ്. ഓക്കെ, ഇനി ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ കോസ് സൈൻ്റെ ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു മൈനസ് പ്ലസ് pi by 3 വരുന്നുണ്ടല്ലോ, മൈനസ് pi by 3 വേണമെങ്കിൽ നമുക്ക് ഓറിയന്റേഷൻ മാറ്റി കൊടുത്തുകൊണ്ട് വേണം ചെയ്യാം. ഇങ്ങോട്ട് വരുന്നത് പ്ലസ് pi by 3 ആണ് എങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അത് മൈനസ് pi by 3 ആവുമല്ലോ. ഈ മൈനസ് pi by 3 എന്ന് പറയുന്നത് സെയിം ആസ് ഇവിടെ നിന്നുള്ള 2π ആണ്. 2π pi by 3 കുറയ്ക്കുന്നതിന് ഇക്വലൻ ആണ്. 2π മൈനസ് pi by 3 അത്തരത്തിലെടുത്താലും നമുക്ക് 5π by 3 കിട്ടും. അത്തരത്തിലെടുത്താലും നമുക്ക് ഇത് ഓക്കെയാണ്. എനിവേ നമുക്ക് അല്ലാതെ തന്നെ ചെയ്ത് ഇങ്ങനെ പോരാം. ഓക്കെ, അപ്പോൾ മക്കളെ ഇത് ചെയ്യുന്ന ജനറൽ സൊല്യൂഷൻ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, here is the next question, question number 79. Find the general solution of cos 4x is equal to cos 2x. ഇതൊരു പർട്ടിക്കുലർ വാല്യൂ അല്ല, ഇതൊരു ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. cos 4x is equal to cos 2x ആണ്. അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ cos 4x minus cos 2x is equal to 0 എന്ന് എഴുതാം. ഇനി നമ്മുടെ cos x minus cos y യുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. cos x minus cos y എന്ന് പറയുന്നത് എന്താ മക്കളെ? Yes, it is minus 2 sin x plus y, that is 4x plus 2x divided by 2 into sin 4x minus 2x divided by 2 is equal to 0, right? Yeah. So that means ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. That implies minus 2 sin, ഇത് 4 plus 2 6 ആണ്. 6x by 2 എന്ന് പറയുമ്പോൾ 3x വരും. into sin 4x minus 2x പറയുമ്പോൾ 2x വരും. 2x by 2 എന്ന് പറഞ്ഞാൽ x വരും, equal to 0. This implies the product of three terms is equal to 0. That means either minus 2 0 or sin 3x 0 or sin x 0. കാരണം മൂന്നെണ്ണം ഓടിക്കുമ്പോൾ 0 ഇട്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആകണ്ടേ. അതിൽ minus 2 0 ആകില്ല, കാരണം ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. പിന്നെ പോയിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ sin 3x equal to 0 വരാം or sin x equal to 0 വരാം. ഓക്കെ, now sin 3x is equal to 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം sin 3x equal to 0 കേസ് 1 എന്ന് എടുക്കാം. implies sin 3x is equal to sin 0 എന്ന് എഴുതാം, because sin 0 is 0 ആണ്. അപ്പോൾ നമുക്ക് x ന്റെ വാല്യൂ ജനറൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, sin x is equal to sin alpha, then x is equal to n pi plus minus 1 raised to n into alpha എന്ന് വരും. അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ x ന്റെ സ്ഥാനത്ത് 3x ആണ്. n pi plus minus 1 raised to n into 0 എന്ന് വരും. That implies 3x is equal to n pi എന്ന് വരും, or x is equal to n pi by 3 എന്ന് വരും. n എന്ന് പറഞ്ഞാൽ z ആണ് അല്ലേ, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഒരു സൊല്യൂഷനായി. ഇനി നമുക്ക് അടുത്ത കേസ് എടുക്കാം, കേസ് 2. ഓക്കെ,
കേസ് 2 വരുമ്പോൾ sin x is equal to 0 വരും. ഇംപ്ലൈസ് x is equal to നമ്മൾ ഓൾറെഡി അതിന്റെ ജനറൽ സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. x is equal to n pi ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്താലും മതി. അപ്പോൾ ആൽഫയുടെ സ്ഥാനത്ത് 0 വരും. സോ x is equal to n pi where n belongs to z. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ n pi by 3 വരും, n pi വരും. ഇനി അതിന്റെ പർട്ടിക്കുലർ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂസ് കൊടുത്ത് കണ്ടുപിടിക്കാം. എന്നിന് 1 കൊടുത്താൽ പൈ കിട്ടും, ഇവിടെ 1 കൊടുത്താൽ പൈ ബൈ 3 കിട്ടും. ഇനി എന്നിന് അവിടെ 2 കൊടുത്താൽ ഇവിടെ 2 പൈ വരും, അത് നമ്മൾ ഇനി നോക്കണ്ട. ഇവിടെ ആണെങ്കിൽ 2 പൈ ബൈ 3 വരും. അപ്പോൾ ഓൾറെഡി 3 വാല്യൂസ് ആയി. ദെൻ എന്നിന് 3 കൊടുക്കുവാണെങ്കിൽ പൈ വരും, അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നിന് 4 കൊടുക്കുവാണെങ്കിൽ 4 പൈ ബൈ 3 വരും, അതും പറ്റും. എന്നിന് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു പൈ ബൈ 3 വരും, അതും പറ്റും. അപ്പോൾ ജനറൽ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഇവിടെ കുറേയധികം വാല്യൂസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ ഒരു റെപ്രസെൻറ്റേഷനിലേക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് cos 4x is equal to cos 2x ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇതാണ് ഈ cos 4x is equal to cos 2x എന്നുള്ളതിൻ്റെ ഗ്രാഫ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ വാല്യൂസ് ഇതാണ് 0, ഇതാണ് 2 പൈ. ഇതിനിടയ്ക്ക് ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിനെ ആയിട്ട് കട്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇത് കണ്ടോ 0-യിലുണ്ട്, പിന്നെ ഒന്ന് പൈ ബൈ 3 ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പൈ ബൈ 3 ഒരെണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എക്സിന് എന്നിന് നമ്മൾ ഇവിടെ 1 കൊടുക്കുമ്പോൾ ഇത് പൈ ബൈ 3 വരും. ദെൻ അടുത്തത് വരുന്നത് പൈ ബൈ 3, ദെൻ 2 പൈ ബൈ 3 ആണ്. അവിടെ നമ്മൾ പറഞ്ഞു എന്നിന് 2 കൊടുക്കുമ്പോൾ 2 പൈ ബൈ 3 വരും. അടുത്ത 3 കൊടുക്കുമ്പോൾ 3 പൈ ബൈ 3 വരും. 3 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ പൈ ആണ്. ദെൻ 4 പൈ ബൈ 3. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും പൈ വന്നു, 4 പൈ ബൈ 3 ഉണ്ട്. ഇനി എന്നിന് 5 കൊടുക്കുമ്പോൾ 5 പൈ ബൈ 3. എന്നിന് പിന്നെ 6 കൊടുക്കുമ്പോൾ 6 പൈ ബൈ 3 എന്ന് വരും, ദാറ്റ് ഈസ് 2 പൈ എന്ന് വരും. അപ്പോൾ ഇത്രയും വാല്യൂസ് തന്നെ വരും കേട്ടോ. 5 പൈ ബൈ 3 ഉണ്ട്, 4 പൈ ബൈ 3 ഉണ്ട്, പൈ ഉണ്ട്, 2 പൈ ബൈ 3 ഉണ്ട്, പൈ ബൈ 3 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസ് അതിൻ്റെ ജനറൽ സൊല്യൂഷനാണ്. ഇതിന് കാരണം ഇത് ഒന്ന് മൾട്ടിപ്പിൾ ആംഗിളും രണ്ട് മൾട്ടിപ്പിൾ ആംഗിളാണ്. cos 4x-ഉം cos 2x-ഉം വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രത്യേകത ഇവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫിൽ നിന്നും സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ എടുത്ത് ചെയ്യുമ്പോൾ 2 വാല്യൂ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് 3, 4, 6 വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്, അത് മൾട്ടിപ്പിൾ ആംഗിളായിട്ട് പോയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ മക്കളെ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതുകൂട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡുകൾ, മെത്തേഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. Till then, stay safe and have a nice day.